ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പ്ലീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണറിൻ്റെ പൈസയൊക്കെ പോയ കാരണം അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു ടോം യൂണിവേഴ്സിറ്റി അയാളുടെ അടുത്ത് പറയുന്നത് വരെയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഓഷ്യൻ വ്യൂ ഒന്ന് വിട്ടിട്ട് ലോവർ പറഞ്ഞ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ടോം യൂണിവേഴ്സിറ്റീൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഈ ടോം യൂണിവേഴ്സിറ്റിക്ക് ഗണ്ണ് ആൾക്കാർ വന്നുകൊണ്ട് ഷൂട്ട് ചെയ്തെല്ലാം കൊണ്ടുപോയതിന് ശേഷം ആർക്കും ഒരു സമാധാനവും ഇല്ല, നേരെ ഉറക്കം പോലും ഇല്ല എന്നാണൊക്കെ പറയുന്നത്. അപ്പോൾ ടോം യൂണിവേഴ്സിറ്റി പറയാൻ നമ്മൾക്ക് അവനെയൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ വൈസിറ്റിയിലത്തെ എല്ലാ ഗ്യാങ്സ്റ്റർമാരും കൂടെ കൂടിയിട്ട് ഒരു പാർട്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ വേണം ഈ പാർട്ടിയിൽ പോയി പങ്കെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ടോം യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകണം. പിന്നെ നമ്മുടെ ഈ ഡ്രസ്സ് കൊള്ളത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. നമ്മുടെ ഈ ഡ്രസ്സിന് നാം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ടോം യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ട് പറയുന്നത് നന്നായിട്ടില്ല, നമ്മുടെ ഡ്രസ്സ് പോരാ, അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ടോം യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിന് അറിയുന്നൊരു ഷോപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഷോപ്പിൽ വന്നിട്ട് നമ്മൾക്ക് ഡ്രസ്സൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കൊള്ളത്തില്ല, അപ്പോൾ നമ്മൾ റാഫിൽസ് പറഞ്ഞ ആ ഒരു ഷോപ്പിൽ പോയിട്ട് പുതിയ ഡ്രസ്സ് മേടിച്ചിട്ട് വന്നെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഗെയിമിൻ്റെ അകത്ത് ടോം യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും പോയി കണ്ട് ഡ്രസ്സൊക്കെ മാറാം ഗൈസ്. അപ്പം അവൻ ഇറങ്ങിയിട്ടുണ്ടായി, ലോവർ പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ടാക്സി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഒരു ടാക്സി ഉണ്ടോ, അപ്പോൾ ഈ ടാക്സിയിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ടാക്സി ഓട്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ ഡ്രൈവർ ഇവിടെ ഓർമ്മയില്ലാണ്ട് ടാക്സി വെച്ചിട്ട് പോയതാണ്. നമ്മളെന്തായാലും അടിച്ചു മാറ്റിയിട്ട് ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് നേരെ റാഫിൽസിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റാഫിൽസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് വേണം നമ്മൾക്ക് ഡ്രസ്സ് മാറ്റാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് റാഫിൽസിൻ്റെ അകത്ത് കയറാം. ഓക്കെ ഗൈസ്, അപ്പോൾ റാഫിൽസിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് വരുന്ന സിനിമാറ്റിക് സംഭവങ്ങളൊക്കെ ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. വൈസിറ്റി പറയുന്ന ചെറിയ ഗെയിമാണ്, പക്ഷെ എന്നാലും സൂപ്പറാണ്. അത് കാരണം ലോഡിംഗ് ഒക്കെ ഇടയ്ക്ക് എടുക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാണാൻ ഒരു റിച്ചിനെ മാതിരി ഉണ്ട് ഗൈസ്, ഒരു പൂവർ മാനിൻ്റെ മാതിരിയില്ല, ഇപ്പോൾ ഒരു റിച്ചിനെ മാതിരി ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ടാക്സി ഇവിടെ ഉപേക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പുറത്തൊരുത്ത നൈസ് ബൈക്ക് പറഞ്ഞുകൊണ്ട് അവൻ കഷ്ടപ്പെട്ട് മേടിച്ചായ ഒരു ബൈക്കിനെ നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ബൈക്കിനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതും പോലെയുണ്ട് ഈ ബൈക്കിൻ്റെ ഓണറിനെ നമ്മൾ ഇടിച്ചിട്ടും കൂടിയുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഈ ഗ്യാങ്സ്റ്റർമാരൊക്കെ കൂടി വെച്ച ഒരു പാർട്ടിയിൽ നമ്മൾ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മൾക്ക് സെലിബ്രേറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊരു ഷിപ്പിലാണ് പാർട്ടി. അതുമാത്രമല്ല ഗൈസ്, ഇനി വരാമോ നമ്മുടെ GTA 6 വന്നിട്ട് GTA വൈസിറ്റിത്തെ അതേ മാപ്പാണ്. അപ്പോൾ ഇതേ ഷിപ്പ് തന്നെയായിരിക്കും GTA 6 വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് GTA 6 അകത്തും ഇതേ ഷിപ്പ്, ഇതേ സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ മിഷൻസൊക്കെ ഇത്തിരി കുറച്ച് വേറെ മാതിരിയും ഗ്രാഫിക്സൊക്കെ വേറെ മാതിരിയായിരിക്കും ഗൈസ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ കാനൽ അങ്ങനെ എന്തോ ആണ് അവൻ്റെ പേര്, ഒരു ഗ്യാങ്സ്റ്ററാണ് ഗൈസ്. അപ്പോൾ ഈ വൈസിറ്റിത്തെ ഒരു വലിയ ഗ്യാങ്സ്റ്ററാണ് അവൻ. ഈ ഗ്യാങ്സ്റ്ററും ടോം യൂണിവേഴ്സിറ്റിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ്സിന് പറ്റിയെന്ന് തോന്നുന്നു, എന്തൊക്കെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പൈസ എന്തോ ചോദിക്കുകയെന്ന് തോന്നുന്നു, അറിയില്ല. ഈ ബിസിനസ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഗ്യാങ്സ്റ്റർ പറയുന്നവനൊരു മകളും കൂടിയുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാങ്സ്റ്ററിൻ്റെ മകള് ഗൈസ്. അപ്പോൾ ഗ്യാങ്സ്റ്റർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവളിനെ കൊണ്ടുപോയിട്ട് ഒരു ക്ലബിൽ പോകുന്നെന്ന്. അപ്പോൾ പിന്നെ ഗൈസ് ഇവള് വന്നിട്ട് ഇവളത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഗ്യാങ്സ്റ്റർമാരുണ്ട്. അപ്പോൾ അവനൊന്നും നമ്മൾക്ക് അറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ തന്നെ വിളിക്കണമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഗ്യാങ്സ്റ്റർമാർ, ഇവരിനൊക്കെ തന്നെ വിളിക്കുന്നതായിരിക്കും ഗൈസ്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരല്ലാതെ വേറെ ഏത് വഴിയുമില്ല ഗൈസ്. ഈ ഗ്യാങ്സ്റ്റർമാരെ അതും ഇല്ലെങ്കിൽ ഒരു നല്ല അഡ്വക്കേറ്റ് ഈ ഗെയിമിൻ്റെ അകത്ത് വേണം. അപ്പോൾ നിങ്ങൾ GTA 6 വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം പിന്നെ ഇത് വന്നിട്ട് ഈ ഗ്യാങ്സ്റ്ററാണ്, ഇതൊരു ഗ്യാങ്സ്റ്ററാണ്, പക്ഷെ അതൊരു കണ്ണാപ്പി മൊണ്ണയാണ് ഗൈസ്. അപ്പോൾ ഈ ഗ്യാങ്സ്റ്റർ ആൾക്കാരൊക്കെ കൊന്നിട്ട് വലിയ ആരമാണ്, പക്ഷെ ഒരു കണ്ണാപ്പിയാണ് ഗൈസ്. അപ്പം പിന്നെ അതുമാത്രമല്ല ഈ പെണ്ണിനെ ഇപ്പോൾ വേണം നമ്മൾക്ക് ക്ലബിൻ്റെ അകത്ത് വിടാൻ. അപ്പം
ക്ലബിൻ്റെ അകത്ത് വിട്ടുവെച്ച് നമുക്ക് $100 കിട്ടും. ഗാങ്സ്റ്റർമാരുടെ കയ്യിൽ നിറയെ പൈസയുണ്ട് ഗൈസ്, ലക്ഷക്കണക്കിന് പൈസയുണ്ട്. അപ്പോൾ ഒരു $100 തന്നു വെച്ചൊന്നും സംഭവിക്കാൻ പോകില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ നമ്മൾക്ക് $100 തരും ഗൈസ്. അപ്പോൾ അത് നമുക്ക് മേടിക്കണം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ക്ലബിലോട്ട് പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഈ പെണ്ണിനെ കൊണ്ടുപോയി വിടണം. അപ്പം ഈ ഷിപ്പിൻ്റെ അകത്ത് ഗാങ്സ്റ്റർമാരൊക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ GTA 5 ലെസ്റ്ററിൻ്റെ മാതിരി ഒരു ഹൈറ്റ് കുറഞ്ഞൊരു അപ്പൂപ്പനും അവിടെ നിൽക്കുന്നുണ്ട്, അതൊരു ഗാങ്സ്റ്ററാണ് ഗൈസ്. അപ്പോൾ പിന്നെ ഗൈസ് നമ്മൾക്ക് എന്തായാലും ക്ലബിലോട്ട് അവനെ കൊണ്ടുപോയി വിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വണ്ടീൻ്റെ അകത്ത് കയറാം. ആദ്യമൊക്കെ എനിക്ക് ഈ ഗെയിമിൻ്റെ അകത്ത് വരുന്ന സമയത്ത് വണ്ടി ഒന്നും ഓട്ടിക്കാൻ കിട്ടില്ലായിരുന്നു. ഈ കൊൻക്യൂ വൈ സിറ്റി പറഞ്ഞിട്ട് ഈ ഗെയിമിൻ്റെ അകത്ത് വരുമ്പോൾ എനിക്ക് നേരെ ഓട്ടിക്കാൻ കിട്ടില്ല ഗൈസ് വണ്ടി ഒന്നും. ഇപ്പോഴാണ് ഇത്തിരി പഠിച്ച് വന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തും കണ്ട് നേരെ ക്ലബിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നീല കളർ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ സൂപ്പർ വണ്ടിയാണ്, മോഡിഫൈ ചെയ്ത വണ്ടിയാണ് ഗൈസ്. പിന്നെ ഗൈസ് മറ്റേ കേരളത്തിൽ മോഡിഫിക്കേഷനൊന്നും പറ്റില്ല ഗൈസ്, പക്ഷേ VD സതീശൻ വന്നതിന് ശേഷം എല്ലാം പറ്റും ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ ഈ മോഡിഫിക്കേഷൻ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലബ്ബ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം വിടാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ അവൾ അതിൻ്റെ അകത്ത് കയറിയുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമുക്കൊരു $100 കിട്ടും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് $100 കിട്ടി. ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇനിയും നമ്മൾ ഓരോ മിഷൻസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഈ ഗെയിം എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ആൻഡ്രോയിഡിൽ കളിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തരും ഗൈസ്. അപ്പം എല്ലാവരും ഇപ്പം തന്നെ സബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും ഗൈസ്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ